ഇത് രാത്രിയിൽ വിടരുന്ന പൂവാണ്. പാലപ്പൂവല്ലേ ഇവിടെ? ഇത് പാലപ്പൂവാണ്. നിറയെ അല്ലേ? ഇത് സാധാരണ ഈ എന്താ ഏത് സമയത്താണ് ഇത് പൂക്കുന്നത്? പക്ഷെ ഇതിൽ ഈ പാലപ്പൂവിന് എല്ലാ കാലത്തും ഇവിടെ പൂവുണ്ട്. ഇത് രാത്രിയിൽ വിടരുന്ന പൂവാണ്. പാലപ്പൂവല്ലേ ഇവിടെ? ഇത് പാലപ്പൂവാണ്. നിറയെ അല്ലേ? ഇത് സാധാരണ ഈ എന്താ ഏത് സമയത്താണ് ഇത് പൂക്കുന്നത്? പക്ഷെ ഇതിൽ ഈ പാലപ്പൂവിന് എല്ലാ കാലത്തും ഇവിടെ പൂവുണ്ട്. വരൾച്ചക്കാലത്ത് ശരിക്കും പൂക്കുന്നതാണ്. പക്ഷെ ഇത് വരൾച്ചയായാലും ഇവിടെ നിറയെ പൂ. മഴക്കാലമായാലും ഇവിടെ ശരിക്കും പൂ കിട്ടുന്നതായ ഒരു ചെടിയാണ് ഈ പാലപ്പൂ. അതിനൊട്ടും കുറവില്ല. ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഈ പൂ പിച്ചിക്കൊണ്ട് പോകാറുണ്ട്, ക്ഷേത്രങ്ങളിലേക്കും മറ്റും. പിന്നെ രാവിലെ ഇത് ഇറുത്തെടുക്കാനാണ് വളരെ സുഖം. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമായി കഴിഞ്ഞാൽ, വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇത് നുള്ളിയെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും അല്ലേ? അതിൻ്റെ നീരൊക്കെ വറ്റി ഇത്തരത്തിലുള്ളതാണ്. ഇത് വളർന്നു നിൽക്കാൻ പിടിച്ച് പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. നമ്മുടെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് 2-3 ചെടി ഉണ്ടെങ്കിൽ തീർത്തും ശരിക്കും പൂ നിറഞ്ഞു നിൽക്കും എല്ലാ സമയത്തും, എല്ലാ കാലത്തും. ഇപ്പോൾ ഒന്ന് എല്ലാവരെയും ഈ ചെടി എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താനാണ്. അത് എല്ലാവർക്കും അറിയാം ഈ പാലപ്പൂവിനെ കുറിച്ച്. പക്ഷെ നിറയെ 2-3 ചെടി ഒരുമിച്ച് നിന്ന് വളർന്ന് അത് പൂവിട്ട് നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. മറ്റു ചെടികളെക്കായും ഒത്തിരി ഹൃദ്യമായി തോന്നും. കാരണം വെള്ളപ്പൂവല്ലേ. സന്ധ്യയ്ക്കും അതുപോലെ രാവിലെയും ഈ പൂവ് കാണാൻ വളരെ മനോഹരമാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ 2-3 ചെടികൾ നിരത്തി വെക്കാമെങ്കിൽ തീർച്ചയായും വളരെ അതിമനോഹരമായി മറ്റു ചെടികളിൽ നിന്നും ഈ പൂവും ഈ ചെടിയും കാണാൻ, പൂവിട്ട് നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. നിറയെ നിൽക്കുകയാണ്. വെറുതെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ നിന്ന് എത്തിക്കുന്നേ ഉള്ളൂ. ഈ പൂവെല്ലാം രാവിലെ അങ്ങ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. തീർത്തെടുത്ത് ഇതെല്ലാം പൂവും ഞങ്ങളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. ഓരോ ദിവസവും ഇത് തീർത്തെടുക്കുന്നതിനനുസരിച്ച് ഈ പൂക്കൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കും. രാവിലെ ഇവിടെ അടുത്തുള്ളതായ പൗത്രേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഈ പൂക്കൾ അവിടെ കൊണ്ട് എത്തിക്കും. ഇവിടുന്ന് ഇവരൊക്കെ പോകുമ്പോൾ ഈ പൂക്കളെല്ലാം കൊണ്ടുപോകുന്നതാണ്.
നമ്മുടെ വീട്ടുമുറ്റത്ത് മറ്റ് ചെടികളോടൊപ്പം ഇത്തരത്തിലുള്ളതായ ചെടികളും വെച്ച് പിടിപ്പിക്കാമെങ്കിൽ വളരെ മറ്റുള്ള ചെടികൾക്കും നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിനും വളരെ ശോഭ നൽകുന്നതായ ഒന്നാണ് ഈ ചെടിയും പൂവും.